ഇത് മുസ്ലിം ഭൂരിപക്ഷ ഏരിയ. ഇവിടെ ബൈബിൾ പ്രസംഗിക്കാൻ പറ്റില്ല. 53% പേരും മുസ്ലിമുകളായ ലണ്ടൻ പ്രദേശത്ത് ബൈബിൾ പ്രസംഗിച്ചയാളെ തടഞ്ഞ് ജനക്കൂട്ടം. അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്, നിങ്ങൾ കേൾക്കണ്ട എന്ന് പറഞ്ഞ് പ്രതിരോധിച്ച് പോലീസുകാരി. എന്താണ് പാശ്ചാത്യ നാടുകളിൽ സംഭവിക്കുന്നത്? I hear what you're saying. In this country, we have freedom of speech, the same way you guys have your freedom of speech. And this is East London, The this same is way Whitechapel, you guys Bengali area have also. freedom of Muslim area. He's offending our prophet. I understand that you guys don't want to hear it. I would recommend that you just move away and don't listen to him. Now, you guys don't need to see eye to eye, and you don't need to agree, and you're all more than welcome to stand here and have conversations with them. But they're not being aggressive. They're not. Someone will come here, they just never know, he might get smashed up. That's their risk. That's their risk. ഒട്ടുമിക്ക പാശ്ചാത്യ രാജ്യങ്ങളിലും കുടിയേറ്റ വിരുദ്ധത ശക്തി പ്രാപിക്കുമ്പോൾ അതിനെ മനുഷ്യത്വരഹിതമായിട്ടാണ് വ്യാഖ്യാനിക്കപ്പെടുന്നത്. തങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആനുകൂല്യങ്ങൾ ഓരോന്നായി റദ്ദാക്കപ്പെടുമ്പോൾ ഇരവാദം മുഴക്കി കുടിയേറ്റക്കാരന് വേണ്ടി രംഗത്തെത്താറുമുണ്ട്. എന്നാൽ പാശ്ചാത്യ രാജ്യങ്ങളിലെ ജനങ്ങൾക്കിടയിൽ മാറുന്ന മനോഭാവത്തിന് മൂല കാരണം എന്താണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ എന്ന കാര്യം സംശയമാണ്. അതിലേക്ക് വിരൽ ചൂണ്ടുന്ന ഒരു സംഭവമാണ് ഇപ്പോൾ വൈറ്റ് ചാപ്പലിൽ ഉണ്ടായിരിക്കുന്നത്. മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമായതിനാൽ ബൈബിൾ വായിക്കരുതെന്ന് ആവശ്യപ്പെട്ട് ഒരു സുവിശേഷ പ്രസംഗകനെ പ്രസംഗിക്കുന്നതിനിടയിൽ നിന്നും ജനങ്ങൾ വിലക്കി. എന്നാൽ ഒരു വനിതാ പോലീസ് ഉദ്യോഗസ്ഥയുടെ സമയോചിതമായ ഇടപെടൽ കൊണ്ടാണ് പ്രശ്നം കൂടുതൽ വഷളാകാതിരുന്നത്. ബൈബിൾ വായന തടയാൻ വന്നവരോട് ഇത് അഭിപ്രായ സ്വാതന്ത്ര്യം ഉറപ്പു നൽകുന്ന ഒരു രാജ്യമാണെന്ന് ആ പോലീസുകാരി കർശനമായി തന്നെ പ്രതികരിക്കുകയായിരുന്നു. നിങ്ങളിൽ പലർക്കും സുവിശേഷം കേൾക്കാൻ ഇഷ്ടമില്ലെന്നറിയാം. അങ്ങനെയുള്ളവർക്ക് അദ്ദേഹം പറയുന്നത് ശ്രദ്ധിക്കാതെ നടന്നു പോകാം. അദ്ദേഹം നിങ്ങളുടെ വീട്ടിൽ വന്നൊന്നുമല്ല പ്രസംഗിക്കുന്നത്, തെരുവിലാണെന്നും വനിതാ പോലീസ് ഉദ്യോഗസ്ഥ ഉറച്ച സ്വരത്തിൽ പറഞ്ഞു. അപ്പോഴാണ് കറുത്ത സർജിക്കൽ മാസ്ക് ധരിച്ചെത്തിയ ഒരു പുരുഷനെത്തി പോലീസ് ഉദ്യോഗസ്ഥയെ ഇത് വൈറ്റ് ചാപ്പലാണെന്നും ഒരു മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമാണെന്നും ഓർമ്മിപ്പിക്കുന്നത്. ഈ സംഭവത്തിന്റെ വീഡിയോ പ്രചരിക്കാൻ തുടങ്ങിയതോടെ സാമൂഹ്യ മാധ്യമങ്ങളിൽ വനിതാ പോലീസ് ഉദ്യോഗസ്ഥയെ അഭിനന്ദിച്ചുകൊണ്ടുള്ള പോസ്റ്റുകളുടെ പ്രവാഹമാണ്. സാഹചര്യം വളരെ സമൃദ്ധമായി കൈകാര്യം ചെയ്തു എന്നാണ് ഭൂരിഭാഗം പേരും അഭിപ്രായപ്പെട്ടത്. അവരെ ഒരു വീരനായികയായി പുകഴ്ത്തുന്നവരും കുറവല്ല. ഇടയ്ക്ക് രൂക്ഷമായി വലിയൊരു പ്രശ്നമായി മാറിയേക്കാം എന്ന ഘട്ടം വരെ എത്തിയ പ്രശ്നമായിരുന്നു അവരുടെ സമയോചിതമായ ഇടപെടലോടെ വളരെ ലളിതമായി പരിഹരിച്ചത്. ഇക്കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് സംഭവം നടന്നതെന്നാണ് അറിയാൻ സാധിക്കുന്നത്. പടിഞ്ഞാറൻ യൂറോപ്പിലെ തന്നെ ഏറ്റവും വലിയ മോസ്കുകളിൽ ഒന്നായ ഈസ്റ്റ് ലണ്ടൻ മോസ്കിൽ നിന്നും അല്പം അകലെയായാണ് സംഭവം നടന്നത്. മൈക്രോഫോണിലൂടെ ഒരു വ്യക്തി ബൈബിൾ വാക്യങ്ങൾ പറയുന്നത് സാമൂഹ്യ മാധ്യമങ്ങളിൽ ലഭ്യമായ ദൃശ്യങ്ങളിൽ കാണാം. അതിനിടയിൽ ഒരാൾ യേശുവിനെ കുറിച്ച് സംസാരിച്ചാൽ മതി, മുഹമ്മദിനെ കുറിച്ച് സംസാരിക്കരുതെന്ന് പറയുന്നതും കേൾക്കാം. മറ്റൊരാൾ നിങ്ങളുടെ ദൈവം ഒരു യഹൂദനാണെന്ന് ആക്ഷേപിക്കുന്നതും കേൾക്കാം. എന്നാൽ സുവിശേഷ പ്രസംഗകൻ ഇസ്ലാം മതത്തെ അവഹേളിക്കുന്ന രീതിയിൽ സംസാരിച്ചപ്പോഴാണ് ഇടപെട്ടതെന്നാണ് ചില പ്രദേശവാസികൾ പറയുന്നത്. എന്നാൽ അക്കാര്യം സുവിശേഷ പ്രസംഗകൻ നിഷേധിക്കുകയാണ്. ഖുറാനിൽ നിന്നുള്ള ചില വാക്യങ്ങൾ ഉദ്ധരിക്കുക മാത്രമാണ് താൻ ചെയ്തതെന്ന് അയാൾ പറയുന്നു. അതിനിടയിലാണ് വനിതാ പോലീസ് ഉദ്യോഗസ്ഥ ഇടപെട്ട് രംഗം ശാന്തമാക്കിയത്. ഏറ്റവും പുതിയ സെൻസസ് അനുസരിച്ച് വൈറ്റ് ചാപ്പലിലെ മൊത്തം 18,841 പേരിൽ 52.2% പേർ മുസ്ലിങ്ങളാണ്. മുസ്ലിം കുടിയേറ്റം ക്രമാതീതമായി വർദ്ധിച്ചതോടെ ഒട്ടുമിക്ക പാശ്ചാത്യ രാജ്യങ്ങളിലും വിദേശികളും തദ്ദേശവാസികളുമായിട്ടുള്ള സംഘർഷങ്ങൾ വർദ്ധിച്ചു വരുന്നത് ഇന്ത്യക്കാരായ ലക്ഷക്കണക്കിന് പ്രവാസികളെയാണ് ആശങ്കയിലാക്കിയിരിക്കുന്നത്.